ന്യായമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ വരാവുന്ന ഒരു ചോദ്യമാണ്. ആത്മഹത്യ ചെയ്തവർ സ്വർഗത്തിൽ എത്തുമോ? ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. ഒരുവൻ വളരെ വേദനയോടെ സൂചിപ്പിച്ച ഒരു കാര്യം. എനിക്ക് സെമിനാരി ചേരണമെന്നുണ്ടായിരുന്നു, വൈദികനാകണമെന്നുണ്ടായിരുന്നു. ഞാൻ സെമിനാരി പോയതാ, പക്ഷെ അവരെന്നെ എടുത്തില്ല. എന്റെ കാരണം എൻ്റെ അപ്പൻ ആത്മഹത്യ ചെയ്തായിരുന്നു. അവര് കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പഠിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതായിരിക്കാം വേണ്ടാന്നുള്ളത്. വേറൊരു സംഭവം ഞാൻ ഓർക്കാണ്. ഒരു ഡോക്ടറെ നെറികെട്ട വഴിയിലൂടെ ഇഷ്ടം പോലെ സമ്പാദിച്ചു. പറഞ്ഞാൽ അബോർഷൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്താണ് ഇഷ്ടം പോലെ സമ്പാദിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ അന്ത്യം ആത്മഹത്യയിലായിരുന്നു. ഒരു തോട് പോലും നീന്തി കിടക്കാൻ നിവൃത്തിയില്ലാത്ത ആ മനുഷ്യൻ ഒരു കായലിലേക്ക് എടുത്തിയാടി. അങ്ങനെ അദ്ദേഹം മരിച്ചു, ആത്മഹത്യ ചെയ്തു. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ആത്മഹത്യ മൂലം അല്ലെങ്കിൽ അതിലേക്ക് നമ്മളെ നയിക്കാവുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി ജീവിച്ചാൽ ഈ ഒരു ദാരുണമായിട്ടുള്ള അന്ത്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നമുക്കൊന്ന് തിരിച്ചറിയാൻ പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, ആത്മഹത്യ ചെയ്തവരെ നമുക്ക് വിധിക്കാൻ അവകാശമില്ല. ചില പ്രത്യേക സാഹചര്യത്തിൽ അതിലേക്ക് പോയവരുണ്ടാകാം. ഞാൻ ഓർക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ. ഒരു വ്യക്തി സൂചിപ്പിച്ചൊരു കാര്യമാണ്, എനിക്ക് ക്യാൻസർ പോലത്തെ വല്ല രോഗം വന്നാൽ ഞാൻ പോയി ആത്മഹത്യ ചെയ്ത് കളയും. എന്റെ കാരണം പറഞ്ഞത് അതിന്റെ വേദനയൊന്നും സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം തീർന്നോളൂല്ലോ. പോയി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായ ഒരു സ്റ്റാൻഡ് അല്ല, ഒരു കാഴ്ചപ്പാടല്ല എന്ന് നമുക്ക് ആർക്ക് വേണേലും മനസ്സിലാവും. അതിനകത്തൊരു തെറ്റുണ്ട്, ഒരു സ്വാർത്ഥത അതിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സുഭാഷിതങ്ങൾ 20:27 പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ചേതന ദൈവം അവനിൽ കൊളുത്തിയ വിളക്കാണ്. അത് ഊതിക്കെടുത്താൻ നമുക്ക് അവകാശമില്ല, അത് കത്തിത്തീരണം. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. വേറൊരു സംഭവം, ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥി അവൻ ചെയ്തൊരു കാര്യമാണ്, അവന്റെ ഫോണിൽ അവന് തെറ്റായ ചില കാര്യങ്ങൾ പകർത്തി, അത് അവന്റെ മാതാപിതാക്കളുടെ ബെഡ്റൂം സീൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, കുളി സീൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് അവന്റെ കൂട്ടുകാർക്കും അത് കാണാൻ വേണ്ടി കൊടുത്തു. ഇതേക്കുറിച്ച് സ്കൂൾ അധികാരികളുടെ ശ്രദ്ധയിൽ അത് പെട്ടു കഴിഞ്ഞപ്പോൾ അവനെ വിളിച്ചു. അത് അവന് തെളിവ് സഹിതം അവരുടെ മുമ്പിലുണ്ടായിരുന്നു. എന്റെ അമ്മയെ വിളിച്ചു. അമ്മ ഇതേക്കുറിച്ച് അറിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. അമ്മ കമാന്നൊരു അക്ഷരം പോലും മിണ്ടിയില്ല. അവര് മൗനിയായി. അതുപോലെ തന്നെ അവരുടെ നോട്ടം, അവരുടെ പെരുമാറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരുപാട് വ്യത്യാസം വന്നു. അധികം താമസിയാതെ അവർ ആത്മഹത്യയും ചെയ്തു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ആർക്കാണ് അവരെ വിധിക്കാൻ പറ്റുക? അവര് നോർമലായിട്ടുള്ള ഒരവസ്ഥയിൽ ചെയ്തൊരു കാര്യം പോലും ആവണമെന്നില്ല. മാരകപാപത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വിഷയം ഗൗരവമുള്ളതായിരിക്കണം, പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാകണം. അതല്ല എങ്കിൽ അവർക്ക് ഒരു മാരകപാപം എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നത് കണ്ടാലും അവരെ വിധിക്കാനുള്ള ഒരു അവകാശം നമുക്കില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. ഫുൾട്ടൻ ഷെയ്ൻ അല്ല, വിശുദ്ധ ജീവിതം നയിച്ച പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മരണാനന്തരം എന്നെ അതിശയിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, സ്വർഗത്തിൽ കാണുമെന്ന് ഞാൻ കരുതിയിരുന്ന പലരും അവിടെ ഇല്ല. സ്വർഗത്തിൽ എത്തില്ല എന്ന് ഞാൻ വിചാരിച്ച പലരും അവിടെ എത്തിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ അനന്തകാരുണ്യം കൊണ്ട് ഞാൻ അവിടെ എത്തി. ഈ 3 കാര്യങ്ങൾ എന്നെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കുമെന്ന് നമുക്കറിയാലോ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിധിക്കപ്പെടാതിരിക്കാൻ നീ വിധിക്കരുത്. നമുക്ക് മറ്റുള്ളവരെ വിധിക്കാൻ, ആരൊക്കെയാണ് സ്വർഗത്തിൽ പോവുക നരകത്തിൽ പോവുക, അതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള അവകാശം നമുക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. രണ്ടാമതൊരു കാര്യം, ആത്മഹത്യക്ക് പ്രേരണ നൽകുന്ന സാത്താന്റെ ചില പ്രവർത്തനങ്ങളെ നാം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഒരു ദുഷിച്ച ചിന്ത ഒരുപക്ഷെ സാത്താൻ നമ്മുടെ തലയിലേക്ക് വെച്ച് തരും. അമ്മച്ചി ഒരു വിടുതൽ പ്രാർത്ഥന കൊണ്ടുവന്നപ്പോഴത്തേക്കും പറഞ്ഞൊരു കാര്യമാണ്, അമ്മച്ചിക്ക് ഇങ്ങനെ മരിക്കണമെന്നുള്ള കാര്യം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എന്റെ തലയ്ക്കകത്തിരുന്ന് ആരാണ്ട് പറയും പോലെയാ മരിക്കടിയും. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എസെക്കിയേൽ 38:10 എടുക്കുമ്പോൾ ആ സമയത്ത് ഒരു അനാവശ്യ ചിന്ത നിന്റെ മനസ്സിലേക്ക് പൊന്തി വരും. ഒരു ദുഷിച്ച ചിന്ത, അത് സാത്താൻ കൊണ്ടുവരുന്ന ചിന്തയാണല്ല, ദൈവികമായ ചിന്തയൊന്നും അല്ല. അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ അതിനെ തള്ളി മാറ്റാനുള്ള ആത്മീയ കരുത്ത് നമുക്കുണ്ടാകണം. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നെറികെട്ട ജീവിതം ചിലപ്പോൾ നമ്മെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായിട്ട് മാറാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം തിരുത്താൻ നമുക്ക് സാധിക്കണം. നല്ലവനായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ പ്രയത്നിക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായി 27:3 മുതൽ വായിക്കുമ്പോൾ, യൂദാസിന്റെ അന്ത്യം, അവൻ തൂങ്ങിച്ചെത്തെന്നും അവന്റെ മറ്റൊരു വേർഷൻ നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത്, അവന് വാളിന്മേൽ അവൻ കമിഴ്ന്ന് വീണ് അവന്റെ കുടലും എല്ലാം പുറത്തു വന്ന് ദാരുണമായൊരു അന്ത്യം. ഏതായാലും രണ്ടും ദാരുണമായ അന്ത്യം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 12-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവനിങ്ങനെ ഒരു കമന്റ് പറഞ്ഞു, ഈ സുഗന്ധതൈലം വിറ്റെങ്കിൽ നല്ല കാശ് കിട്ടിയേനെ, അത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കാമായിരുന്നു. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പാവങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല,
അവൻ പണക്കൊതിയനായിരുന്നതുകൊണ്ടാണ്. പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു, അതിൽ നിന്ന് അവൻ അടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു. നോക്കിയേ, ആ ഒരു പ്രവൃത്തി എങ്ങോട്ടാണ് അവനെ നയിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. 2 മക്കബായർ 9-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അന്ത്യോക്കസിന്റെ അന്ത്യം എന്തായിരുന്നു? അവന് ദാരുണമായ അന്ത്യം. അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത് അവന്റെ ജീവിതം അതുപോലെയായിരുന്നു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ ഹെറോദേസ്, അവന്റെ ജീവിതം അവൻ ഒരുപാട് ദുഷിച്ച ഒരു വ്യക്തിയായിട്ട് പെരുമാറുന്നതിനെ കുറിച്ച്, ആ കുഞ്ഞുങ്ങളെല്ലാം വധിക്കാൻ കാരണമായത് അവന്റെ ഓർഡറാണ്. പക്ഷെ നമ്മൾ കാണുകയാണ്, അവസാനം അവന് ശാരീരികമായിട്ട് വല്ലാത്ത ഒരവസ്ഥയിലെത്തി, രോഗാവസ്ഥയിലെത്തി. അവന്റെ ശരീരം പുഴുവരിക്കാൻ തുടങ്ങി. അവൻ ആത്മഹത്യ ചെയ്യാൻ പരിശ്രമിച്ചു. ആദ്യം വിജയിച്ചില്ലെങ്കിലും പിന്നീട് വിജയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത്, നമ്മുടെ ജീവിതം ദുഷിച്ചാൽ ഇങ്ങനെയുള്ള ദുരവസ്ഥകളിലേക്ക് പോലും നാം ചെന്നെത്തും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കാൻ തീരുമാനമെടുക്കാം. മറ്റുള്ളവർ എങ്ങനെ മരിച്ചാലും അവരെ ആരെയും വിധിക്കാൻ നമുക്ക് അവകാശമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മേൽ, അവരുടെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുണ വർഷിക്കപ്പെടാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആത്മഹത്യാ പ്രവണതയുള്ള വ്യക്തികളുണ്ട്. അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.